ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേക്കിന് ഫില്ലിംഗ് ആയിട്ടും അതുപോലെ ഡ്രിപ്പായിട്ട് ചെയ്യാവുന്ന നമ്മൾ പുറമേയൊക്കെ കവർ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കാരാമൽ സിറപ്പ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. 2-3 ചേരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് നോർമൽ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ച് കൊടുക്കുക, സാധാരണ നോർമൽ വാട്ടർ. എന്നിട്ട് അതിലേക്ക് ഇതൊന്ന് ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ഒഴിക്കാതെ നമുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കാതെ ഷുഗർ ഇങ്ങനെ തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ഉരുക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇളക്കാതെ ജസ്റ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് നോർമലി അങ്ങനെ ഉരുകി അതിൻ്റെ കളറ് ചേഞ്ചായിട്ട് തുടങ്ങും. ഇതിൻ്റെ കളറ് ഒരു ഭാഗത്തുനിന്ന് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പാത്രം തന്നെ പിടിച്ചിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്പ്രെഡായിട്ട് മൊത്തത്തിലായിട്ട് വരും. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലൊരു കളറായിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും അതുപോലെ പാലും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലൊക്കെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സോസ് നല്ല ലൂസായിരിക്കും. വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള സോസായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുഴുവൻ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ മുഴുവൻ ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. എന്നിട്ട് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ക്രീം ചേർക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷുഗറൊന്ന് തിക്കായിട്ട് വരുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് ഞാൻ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ ചേർക്കുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഈ ഉപ്പിൻ്റെ ആവശ്യമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ ചേർക്കുന്നില്ലെങ്കിൽ മസ്റ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക, ഈ ബട്ടർ മെൽറ്റായിട്ട് വരുന്നത് വരെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാരാമൽ സോസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സോസ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തപ്പോൾ നിങ്ങൾക്കിത് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. കുറേ കൂടി തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്കിത് കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാരാമൽ സോസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുള്ളത്. ബട്ടർ സ്കോച്ച് സോസിൻ്റെ റെസിപ്പി മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, നമ്മളതിൽ ഉപയോഗിക്കുന്നത് ബ്രൗൺ ഷുഗർ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.